സാധാരണ കൊടിയുടെ ഈൽഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 വർഷം പ്രായമാകുമ്പോൾ മുതൽ ഏതാണ്ട് 15 വർഷം വരെയാണ് നല്ല ഈൽഡ് കിട്ടുന്നത്. എന്നാൽ എനിക്ക് ഏറിയ കൊടികളും ഇപ്പോൾ ഏതാണ്ട് 30 വർഷമോ അതിലധികമോ പഴക്കമുള്ള കൊടികളാണ്. ഏതാണ്ട് 2000-ഓളം ചോട് കുരുമുളക് കൃഷി ഉണ്ടായിരുന്നു. 1500 മുതൽ 2000 കിലോ വരെ ഒരു വർഷം ഈൽഡ് ലഭിച്ചുകൊണ്ടിരുന്നത്. പന്നിയൂർ ഒന്നുണ്ട്, കരിമുണ്ട, പിന്നെ ഇടുക്കിയുടെ സ്വന്തമായ നീലമുണ്ട എന്ന ഇനം കുരുമുളക്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നടന്ന് മനുഷ്യൻ്റെ ഊപ്പാട് തെറ്റുക എന്ന് പറഞ്ഞാൽ അവരവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഏതാണ്ട് ഒരു 2-3 കിലോമീറ്റർ ഇങ്ങനെ കിടക്കുന്ന കുന്നോ നേരെ കയറ്റം, അത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇന്ന് എനിക്കൊരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു, കാറൊക്കെ കയറ്റിക്കൊണ്ടുവരാണ്. പക്ഷേ കയറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഏട്ടപ്പാട് തോന്നി. കാറ് പോയിട്ട് മനുഷ്യൻ പോലും നടന്നു പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മളിന്ന് ഒരു കർഷകനെ പരിചയപ്പെടാൻ പോകുന്നത്. അട്ടിമാലി 200 ഏക്കർ മില്ലുംപടി. അവിടുന്ന് കുറച്ചിങ്ങോട്ട് സഞ്ചരിക്കണം. മില്ലുംപടിയിൽ നിന്ന് ഇനി വന്നു കഴിഞ്ഞാൽ ഒരു തടത്തിൽ പടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നേരെ മുകളിലോട്ട് കയറ്റം കയറി കഴിഞ്ഞാൽ 2 സഹോദരങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അടിപൊളി കൃഷി സ്ഥലമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ജാതി, കുരുമുളക് അങ്ങനെ എല്ലാ വിളകളും പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 2 എപ്പിസോഡായിട്ടാണ് ഈ 2 സഹോദരങ്ങളുടെയും കാഴ്ചകളൊക്കെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ഹായ്, നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കർഷകൻ ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും, കർഷകരായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരുപാട് വിളകൾ, ഭീമൻ ചേന, ഭീമൻ കപ്പ, അല്ലെ, ഒരുപാട് ഇഞ്ചി, കാർഷിക വിളകളിൽ സജീവമായിരുന്നു വർഗീസേട്ടൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ആഴ്ച പങ്കുവയ്ക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടം ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശരിക്കും അതിനകത്ത് നടന്നു വരുവാണ്, അവിടെ ഇടപാട് തരും. അത്രയും ദൂരം നമ്മൾ നടന്ന് കയറി വരുമ്പോൾ അടിപൊളി നല്ല തണലുള്ള ഒരു വനം പോലെയാണ് ഈ കൃഷിയുടെ ഇവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്ക് ഞാൻ വർഗീസിനെ പരിചയപ്പെട്ടുകൊണ്ട് ആരംഭിക്കാം. എൻ്റെ പേര് ടി.പി. വർഗീസ്, വീട്ടുപേര് തടത്തിൽ, സ്ഥലം അടിമാലിക്കടുത്ത് 200 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ കൃഷി സ്ഥലം ഏതാണ്ട് ഒരു ഉയർന്ന ഒരു മലമുകളിൽ ആണ്. അവിടെ പല കൃഷി വിസ്മയങ്ങളും ഒരുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് 15-16 വയസ്സോടുകൂടി SSLC കഴിഞ്ഞോടുകൂടി തന്നെ കാർഷിക മേഖലയിലേക്ക് വന്നതാണ്. ഏതാണ്ട് 48 വർഷങ്ങളായി ഞാൻ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. നിരവധി ആയ ഭീമൻ കാർഷിക വിളകൾ കാർഷിക കേരളത്തിന് കാഴ്ചവെക്കാനും ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്നുണ്ട്. ഞാൻ ഒരു ജനപ്രതിനിധിയായിരുന്നു. എന്നിരുന്നാൽ തന്നെ ഇതിലെല്ലാം ഉപരി ഒരു കർഷകൻ എന്ന നിലയിൽ അറിയപ്പെടുവാനാണ് ആഗ്രഹിക്കുന്നത്. 48 വർഷത്തെ കാർഷിക പരിചയം എനിക്ക് ഉണ്ട്. എല്ലാവരോടും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ എന്നോടൊപ്പം വരൂ, എൻ്റെ വിളകളെയൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഏതാണ്ട് 2000-ഓളം ചോട് കുരുമുളക് കൃഷി ഉണ്ടായിരുന്നു. അതിൽ കുറേയേറെ പോയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു സജീവമായിട്ട് 1000-ഓളം മൂട് കുരുമുളക് ഇപ്പോൾ നിലവിലുണ്ട്. 1500 മുതൽ 2000 കിലോ വരെ ഒരു വർഷം ഈൽഡ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ പ്രളയവും തുടർന്നുള്ള കാലാവസ്ഥാ വ്യതിയാനവും മൂലം അതിൻ്റെ ഈൽഡ് കുറഞ്ഞ് കഴിഞ്ഞ വർഷം ഏതാണ്ട് 1000 കിലോ മുളക് മാത്രമാണ് ലഭ്യമായത്. ഈ തവണ അതിലൊക്കെ വളരെ ഏറെ കുറയുന്ന ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ അതുമാത്രമല്ല, ഏതാണ്ട് ജനുവരി ആദ്യത്തോടുകൂടി കുരുമുളക് വിളവെടുക്കേണ്ടത് ജനുവരി അവസാനമായിട്ട് പോലും കുരുമുളക് വിളവെടുക്കാൻ പാകം എത്തിയിട്ടില്ല. പന്നിയൂർ ഒന്നുണ്ട്, കരിമുണ്ട, പിന്നെ ഇടുക്കിയുടെ സ്വന്തമായ നീലമുണ്ട എന്ന ഇനം കുരുമുളക്, പിന്നെ പന്നിയൂർ 2, 4, 5 അങ്ങനെ പല വെറൈറ്റി കൊടികളുമുണ്ട്. കുരുമുളക് പന്നിയൂറും കരിമുണ്ടയാണ് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നുന്നത്. പിന്നെ ഇടുക്കിയുടെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നീലമുണ്ട എന്ന ഇനവും നല്ല ഈൽഡ് തരുന്നുണ്ട്. പൊതുവിൽ കേടുണ്ട്. 2018 ശേഷം കൂടുതലായിട്ട് കേടുകൾ കാണുന്നുണ്ട്. ദ്രുതവാട്ടം അങ്ങനെയുള്ള കേടുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് ഫംഗിസൈഡ് ചേർത്ത് കൊടുക്കും. COC കലക്കി ചോറിൽ ഒഴിച്ച് കൊടുക്കുകയും അതുപോലെ കൊടിക്ക് അടിച്ചു കൊടുക്കുകയും ചെയ്യും. അടച്ച് വരാറുണ്ട്. കരിമുണ്ട ഏതാണ്ട് എനിക്കെല്ലാം തന്നെ തീർന്നു. അത് കൃത്യമായിട്ട് പണികൾ ചെയ്താൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. പിന്നെ അതിൻ്റെ
ഈ കരിമുണ്ടക്കൊടിക്ക് ഒരു വിശ്രമം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് പുഷ്പിച്ച് കായുണ്ടായി അത് പറിച്ചു കഴിയുമ്പോൾ തന്നെ അടുത്ത പുഷ്പിക്കലിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. നല്ല ഈൽഡാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആരോഗ്യം എപ്പോഴും മോശമായിരിക്കും. അതുകൊണ്ട് അത് പരിപോഷിപ്പിച്ച് വരാൻ നമുക്കൊരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അതിനകത്തേക്ക്. ഇത് 25 വർഷം പ്രായമായ കൊടികളാണ് കൂടുതലും ഉള്ളത്. ഇത് ഒരു 5 വർഷം പ്രായമുള്ള കുരുമുളക് കൊടിയാണ് ഈ കാണുന്നത്. ഇത് കരിമുണ്ട അല്ല, മറ്റേ നീലമുണ്ട മാത്രമേ ഇതുള്ളൂ. കരിമുണ്ടയ്ക്ക് കേട് കൂടുതലായിട്ട് കാണുന്നു. പിന്നെ ഈ ഭാഗത്ത് താങ്ങുകാലിന് വളർച്ച കുറവായതുകൊണ്ട്, ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് താങ്ങുകാല് വളർച്ച കുറവായതുകൊണ്ടാണ് പന്നിയൂറും ഒഴിവാക്കിക്കൊണ്ട് നീലമുണ്ട തന്നെ ചെയ്തിരിക്കുന്നത്. മുരുക്കാണ് ഇട്ട് കൊടുക്കാറുള്ളത്. മഴയ്ക്ക് ശേഷം തവാരണ കൊടിയാണ് ഇടണമെങ്കിൽ ആദ്യത്തെ മഴയ്ക്ക് ശേഷം തവാരണ കൊടി ഇടും. ഏതാണ്ട് മെയ് അവസാനം ജൂൺ ആദ്യത്തോടു കൂടി. അല്ലെങ്കിൽ തല മുറിച്ചിടുന്നത് തിരുവാതിര ഞാറ്റുള്ള സമയത്ത് മറ്റേ ഇതിൻ്റെ ചന്തല മുറിച്ച് ഇട്ട് കൊടുക്കും. അതിനു മുമ്പ് പുതിയ കൊടി ചെയ്യാൻ നേരത്ത് ഏതാണ്ട് 1.5 അടി വിസ്താരമുള്ള കുഴികൾ എടുത്തിട്ട് അതിനകത്ത് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഇട്ട് മേൽമണ്ണിട്ട് മൂടിയിട്ട് മുരുക്കൻകാൽ കുഴിച്ചിട്ട് അല്ലെങ്കിൽ താങ്ങുമരം കുഴിച്ചിട്ടിട്ട് അതിനകത്തേക്ക് ജൂൺ ആദ്യവാരത്തോടു കൂടി അല്ലെങ്കിൽ മറ്റേ ഈ തിരുവാതിര ഞാറ്റിലോട് കൂടി തന്നെ കുരുമുളക് കൊടി നടും. നമുക്ക് ഈ കുരുമുളക് കൃഷി ലാഭമാണ് ശരിക്കും പറഞ്ഞാൽ? വേണ്ട രീതിയിൽ പരിപാലിച്ചാൽ ലാഭകരമാണ്. പിന്നെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തീരെ വില കുറഞ്ഞു പോകുന്നപ്പോൾ അത്ര ലാഭകരമായിരുന്നില്ല. എന്നാലും ആവറേജ് വരുമ്പോൾ നമുക്ക് ലാഭകരമായിട്ട് ഉണ്ട്. ഈ വേണ്ട രീതിയിൽ പരിപാലിച്ചാൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളതിൻ്റെ തണൽ ക്രമീകരിക്കുക, ആവശ്യത്തിന് വളം കൊടുക്കുക, അതുപോലെ തന്നെ മറ്റേ കുമിൾ നാശിനികൾ ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഈൽഡ് കിട്ടും. നമ്മൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരുമുളകിന് ഇത്ര ആയുസ്, ഇപ്പോൾ കുറേ വർഷങ്ങളായ കുരുമുളക് ഇവിടെ നിൽക്കുന്നില്ല, ഇത്രയും ആയുസ് പൊതുവിൽ ഇപ്പോൾ കിട്ടാറില്ല. നമ്മുടെ ഒരു കൃഷി രീതി കൊണ്ടാണ് ഇത്രയും ആയുസും ഇപ്പോഴും വിളവുള്ളത്. ഇത് ഞാൻ ജൈവ രീതിയാണ് കുരുമുളകിന് ചെയ്യുന്നത്. സാധാരണ കൊടിയുടെ ഈൽഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 വർഷം പ്രായമാകുമ്പോൾ മുതൽ ഏതാണ്ട് 15 വർഷം വരെയാണ് നല്ല ഈൽഡ് കിട്ടുന്നത്. എന്നാൽ എനിക്ക് ഏറിയ കൊടികളും ഇപ്പോൾ ഏതാണ്ട് 30 വർഷമോ അതിലധികമോ പഴക്കമുള്ള കൊടികളാണ്. അത് കൊടി പ്രായാധിക്യം ആയി എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഇപ്പോഴും കൊടി ഒരുവിധം ആരോഗ്യത്തോടെ കൂടി നിൽക്കുന്നുണ്ട്. അത് മണ്ണിന് ആരോഗ്യം കൊടുത്തുകൊണ്ട് മണ്ണിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഉള്ള ആ കൃഷി രീതിയിലാണ് കൊടിക്ക് ഇത്രയും ആയുസ് കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു കൃഷി രീതി എങ്ങനെയാണ് അതൊന്ന് പറയാമോ? മണ്ണിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളത്. മണ്ണിന് നമ്മൾ രാസവള കൃഷിയുമായിട്ട് വിഭിന്നമായ വിളയ്ക്ക് വേണ്ടിയിട്ടാണ് രാസവളം നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ജൈവവള കൃഷി മണ്ണിനെ ആരോഗ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, മണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താൻ, അതിൻ്റെ സൂക്ഷ്മജീവികൾ ചത്തുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ സൂക്ഷ്മജീവികളെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചാണകവും സ്ലറിയും അതുപോലെ തന്നെ ജൈവവളങ്ങൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ മണ്ണിൽ ആരോഗ്യമുണ്ടാകുന്നു. ആരോഗ്യമുള്ള ആ മണ്ണിൽ ആരോഗ്യമുള്ള ചെടികൾ തഴച്ചു വളരും എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ആ വളപ്രയോഗ രീതി എങ്ങനെയായിരുന്നു നമ്മുടെ വളപ്രയോഗം? നമ്മൾ ആദ്യത്തെ പുതുമഴയ്ക്ക് ശേഷം മണ്ണ് ശരിക്ക് തണുത്ത് വരുമ്പോൾ ഏതാണ്ട് ഒരേ കൊട്ട ചാണകം, ഏതാണ്ട് 10 കിലോയോളം ചാണകം ഒരേ കൊടിക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നീട് വീണ്ടും അടുത്ത വർഷത്തേക്കാണ് പിന്നെ വളം ചെയ്യാറുള്ളൂ. ഒരു കൊടിക്ക് 10 കൊട്ട ചാണകമാണ്? അല്ല, 10 കിലോളം വരുന്ന ഒരു കൊട്ട ചാണകം. ഒരു കൊട്ട ചാണകം. അപ്പം നമ്മൾ ഈ അത്രയും ചാണകം കൊടുക്കുമ്പോൾ ഈ വേരുകേട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല? വേരുകേട് കാര്യമായിട്ട് നമുക്കങ്ങനെ കാണാറില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. നമുക്കത് മാറിയിട്ട് പിന്നെ ഈ COC പോലുള്ള അല്ലെങ്കിൽ തുരിശ് പോലുള്ള സാധനങ്ങൾ മണ്ണിൽ ചേർത്ത് ചോട്ടിലൊഴിച്ച് കൊടുക്കുകയും കൊടിക്ക് അടിച്ചു കൊടുക്കുകയും ചെയ്യും. ബോഡോ മിശ്രം അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ്. ശരിക്ക് ഏതാണ്ട് 80ഓളം കാഴ്ച ജാതിമരങ്ങളാണ് ഉള്ളത്. അത് 50 വർഷത്തിന് മുകളിൽ പ്രായമുള്ളതുണ്ട്. ഏതാണ്ട് 5-6 വർഷത്തിൽ അധികം പ്രായമുള്ള ജാതികളാണ് കൂടുതലും ഉള്ളത്. ആദ്യം നാട്ടുജാതികളായിരുന്നു. നല്ല ഫ്ലവർ കിട്ടാറുണ്ട്, നല്ല കായും കിട്ടുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും ബഡ് തൈകളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വർഷം കാലാവസ്ഥയുടെ വ്യതിയാനമായിരിക്കാം, ജാതിക്ക് കാ കുറവാണ്. അതുപോലെ കൊക്കോയ് തുടങ്ങിയിട്ടുള്ള, കുരുമുളക് തുടങ്ങിയിട്ടുള്ള എല്ലാ വിളകൾക്കും എൻ്റെ ഈ പറമ്പിൽ ഈ വർഷം ഈൽഡ് വളരെ കുറവായിട്ടാണ് കാണുന്നത്.
കായൊക്കെ തീർന്നാണ്. കോഴി എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് പോകാം. എൻ്റെ കൃഷിയിടത്തിലെ ഒരു 4 വർഷത്തോളം പ്രായമുള്ള പുതിയ ഒരു അതിഥിയാണ് ഏലം. പുതിയ അതിഥി എന്ന് പറയുവാൻ കാരണം ഈ മേഖല ഏലത്തിന് അത്ര പറ്റിയ സ്ഥലമല്ല. കാരണം കാലാവസ്ഥയുടെ പ്രശ്നം തന്നെ, ചൂട് കൂടിയ കാലാവസ്ഥയാണ്. എന്നിരുന്നാൽ തന്നെയും ഈ മേഖലയിൽ ഏലം കൃഷി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാണ്ട് 250 ചുവട് ഏലം വയ്ക്കുകയും അത് കുഴപ്പമില്ലാത്ത ഈൽഡ് ലഭിക്കുന്നുണ്ട്. സാധാരണ ഏലത്തോട്ടങ്ങളിലെ പോലെ തന്നെ ഉള്ള ഈൽഡ് ഇവിടെ എനിക്ക് കിട്ടുന്നുണ്ട്. ആ കാര്യത്തിൽ സംതൃപ്തനാണ്. കുറച്ച് മേഖല കൂടി വ്യാപിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ട് വരും കാലങ്ങളിൽ. വെള്ളത്തിന് നല്ല ക്ഷാമമില്ലേ? വെള്ളത്തിന് ക്ഷാമമുണ്ട്. നമ്മൾ ഈ നനയ്ക്കലെല്ലാം എങ്ങനെയാണ് ഓടിക്കുന്നത്? വെള്ളത്തിന് അത്യാവശ്യം, അതുകൊണ്ടാണ് ഏലത്തിൻ്റെ എണ്ണത്തിൽ പരിമിതിപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഭയങ്കരമായ വരൾച്ചയായിരുന്നു. ആ വരൾച്ച അതിജീവിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിഞ്ഞു. കുറച്ച് ഭാഗം നനച്ചില്ല, എന്നിരുന്നാൽ തന്നെ അവിടെ ചെടി പോയില്ല. ഈ ഭാഗമൊക്കെ നനച്ച മേഖലയാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് അത്യാവശ്യം ഇവിടെ പിടിച്ച് കിട്ടുന്നുണ്ട്. ഈ സ്ഥലം 1974 അടിമാലിയെ വിറപ്പിച്ചുകൊണ്ട് അടിമാലി മേഖല മുഴുവനും ഉരുള് പൊട്ടിയ ആ ഒരു ദിവസം, ജൂലൈ 27-ാം തീയതി, അന്ന് ഉരുള് പൊട്ടിയ ഒരു സ്ഥലമാണ്. ഏതാണ്ട് 1 ഏക്കറോളം സ്ഥലം ഇങ്ങനെ ഉരുള് പൊട്ടിയിട്ട് ഇതിൻ്റെ മണ്ണും മറ്റ് അവശിഷ്ടങ്ങളും കൊണ്ട് ആ സ്ഥലം കൃഷി യോഗ്യമല്ലാതെ ആയി തീർന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ ഉരുള് പൊട്ടിയ ഭാഗത്താണ് ഇപ്പോൾ ഈ ഏലച്ചെടി ഇവിടെ നിൽക്കുന്നത്. അത്യാവശ്യം മേൽമണ്ണെല്ലാം പോയിട്ട് അടിമണ്ണിലാണ്. ഏതാണ്ട് കുമ്മായ മണ്ണ് ഉൾപ്പെടെയുള്ള മണ്ണുകളെല്ലാം തെളിഞ്ഞു വന്നു. ആ മണ്ണിലാണ് ഇപ്പോൾ ഈ ഏലം വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഈ ചെടി വളർന്നു വരുന്നുണ്ട്. 2ാം വർഷ ഏലച്ചെടിയാണിത്.